ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ ഇപ്പോഴും പരിക്കിൻ്റെ പിടിയിലാണ്. ട്രെയിനിങ്ങിനിടയിലായിരുന്നു അദ്ദേഹത്തിന് പരിക്കേറ്റത്. ഏകദേശം 3 മാസത്തോളം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷേ ഈ പരിക്കിൽ നിന്നും അതിവേഗത്തിൽ മുക്തനാവാനുള്ള ശ്രമങ്ങളാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ നൽകിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് പരിക്കിൽ നിന്നും വേഗം മുക്തനാവാനുള്ള കഠിന പ്രയത്നത്തിലാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ ഉള്ളത്. ജിമ്മിൽ ട്രെയിനിങ് നടത്തുന്നതിൻ്റെ ചിത്രങ്ങൾ നെയ്മർ ജൂനിയർ പങ്കുവച്ചിട്ടുണ്ട്. നിലവിൽ സാന്റോസിൽ ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെയാണ് നെയ്മർ ജൂനിയർ വീട്ടിലെ ജിമ്മിൽ ട്രെയിനിങ് നടത്തുന്നത്. സാന്റോസിൻ്റെ ട്രെയിനിങ് സെൻറ്ററിലും വീട്ടിലെ ട്രെയിനിങ് സെൻറ്ററിലും നെയ്മർ ജൂനിയർ ഇപ്പോൾ ഒരുപോലെ വർക്ക് ചെയ്യുന്നുണ്ട്. ഫിസിയോ തെറാപ്പിയിലും അതുപോലെ തന്നെ സ്ട്രെങ്തണിലുമാണ് നെയ്മർ ജൂനിയർ കൂടുതൽ ശ്രദ്ധ നൽകിയിട്ടുള്ളത്. ധൃതി പിടിച്ചുകൊണ്ട് കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ നെയ്മർ ജൂനിയർ ഉദ്ദേശിക്കുന്നില്ല. അതായത് പരിക്ക് പൂർണ്ണമായും മാറാതെ കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ നെയ്മർ ജൂനിയർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ അതിവേഗം മടങ്ങി വരാൻ വേണ്ടി നെയ്മർ ജൂനിയർ ഇപ്പോൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ മാസത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇതൊക്കെയാണ് ഗ്ലോബോ നമുക്ക് നൽകിയിട്ടുള്ള വിവരങ്ങൾ. നവംബർ മാസത്തിൽ സുപ്രധാന മത്സരങ്ങൾ സാന്റോസിന് കളിക്കാനുണ്ട്. ആ മത്സരങ്ങൾ കളിക്കാൻ വേണ്ടി നെയ്മർ ജൂനിയർ തിരിച്ചെത്തിയേക്കും. 2 സൗഹൃദ മത്സരങ്ങൾ ബ്രസീൽ കളിക്കുന്നുണ്ട്. സെനഗലും ടുണീഷ്യയുമാണ് ബ്രസീലിന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത്. എന്നാൽ ആ മത്സരങ്ങളിൽ നെയ്മർ ജൂനിയറെ ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.